പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ഇലച്ചെടികൾ വേര് പിടിപ്പിച്ചാണ് കേട്ടോ. ഈ ഇലച്ചെടി അതിൻ്റെ ഇത് വലിയ ഇലയുള്ള നല്ല നീളമുള്ള ഇല ഇതിപ്പോൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വലുപ്പം നമുക്ക് മനസ്സിലാവും. കൈൻ്റെ ഇത് വരെ ഉണ്ട് കേട്ടോ. അത്രയ്ക്ക് വലുപ്പമുള്ള ഇലകളാണിത്. അതൊക്കെ അതിൻ്റെ തന്നെ കേട്ടോ. ആ ഒരു ചെടീൻ്റെ നമ്മളിവിടെ ധാരാളം തൈകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ചട്ടിക്ക് മാറ്റിയിട്ട് നമ്മൾക്ക് ഇത് നല്ലൊരു നല്ല കാഴ്ചയായിക്കാരം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ചട്ടിയിൽ വെക്കണം കേട്ടോ. അല്ല നിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാണ്ട് വളർന്നു പോയി നമുക്കൊക്കെ വിചാരിച്ച റിസൾട്ട് അതിന് കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല വെയിൽ കൊള്ളുന്നിടത്താണെങ്കിൽ നമ്മൾ വെയിൽ കൊള്ളുന്ന ഭാഗത്തേക്ക് നമുക്കത് മാറ്റി വെക്കും ചെയ്യാമല്ലോ ചട്ടിയിലായാലും. അപ്പോൾ വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഈ ഇലക്കൊക്കെ ഒരു കളർ ചേഞ്ച് ഉണ്ട്. നല്ല ചുവപ്പ്, ബ്ലാക്ക് കളറും പച്ച ഒരുപാട് കളറായിട്ട് ഇത് മാറും കേട്ടോ. പല സമയത്തുണ്ടാകുന്ന പല കളറും വയ്ക്കാറ് ഈ ഇലക്ക്. പിന്നെ നമ്മളിവിടെ കുറച്ച് ഗ്രാമ്പു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രാമ്പൂൻ്റെ തൈ 4 തൈയുണ്ട്, 5 ഉണ്ടായിരുന്നു. നമ്മളൊരു കൂട്ടുകാരൻ ഇത് വാങ്ങിട്ടോ. അവന് ഞാൻ കൊടുത്തു. അവൻ ചോദിച്ചിട്ടല്ല, അവന് വേണമെന്ന് ചോദിച്ചപ്പോൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് നമ്മൾ കൊടുത്തതാണ്. എവിടെ ഉണ്ടായാലും നമുക്ക് ഇത് നമ്മൾ കൊടുത്തതിനുണ്ടായി കാണുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഇത് 4 തൈ നമ്മളിവിടെ നമ്മൾ വീട്ടുവളപ്പിൽ തന്നെയാണ് ഇത് വെക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ കായ്ക്കുകയാണെങ്കിൽ നമ്മളവിടെ സക്സസ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നമുക്ക് കുറച്ച് കൂടുതൽ തൈകൾ നമുക്ക് ഉണ്ടാക്കാമല്ലോ. പെട്ടെന്ന് നമ്മളവിടെയൊക്കെ കായ്ക്കണതാണ് കേട്ടോ. അത് നമ്മളവിടെ നല്ല കാപ്പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ വൃക്ഷത്തൈകളും പലവ്യഞ്ജന തൈകളൊക്കെ നമ്മൾ വീട്ടിൽ ഓരോ തൈയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നോക്കട്ടോ. അതുപോലെ തന്നെ കുരുമുളക്, അതുപോലെ തന്നെ ഈ കറുകപ്പട്ട, ഗ്രാമ്പു, ഏലം, അതുപോലെ തന്നെ ഈ സർവ്വസുഗന്ധിയൊക്കെ നമുക്ക് വെറുതെ നട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇല പൊടിച്ചിട്ട് ഉണക്കി പൊടിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു എല്ലാ അതും ഏലം, കറുകപ്പട്ട എല്ലാം കൂടി ഇട്ടതിനുള്ള ഒരു ഒറ്റ ഈ ഒരു തണ്ട് മാത്രം, അതിൻ്റെ ഇല മാത്രം ഇട്ടാൽ മതി സർവ്വസുഗന്ധി കേട്ടോ. നമ്മൾ എല്ലാ ഇതും കൂടിയും പൊടിച്ചിടുന്ന കാട്ടിലും ഇത് ഈ സർവ്വസുഗന്ധി ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഞാൻ ചെയ്തപ്പോൾ അങ്ങനെ ടേസ്റ്റ് ഉണ്ട്. എന്നാലും നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഇതൊക്കെ ഉണ്ടാക്കാം. ഈ ഏലം ഇതൊക്കെ നമ്മൾ കറിയിലോ ബിരിയാണിയിലൊക്കെ ഇടുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ല, ഇത് കുക്കുംബറാണ് കേട്ടോ. നമ്മൾ കുക്കുംബർ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 10-20 തൈ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇവിടെ ചാക്കിൽ ഒരു 6 ചെയ്തതിൽ ഇപ്പോൾ ഇതിൽ 2 മുളച്ചുള്ളൂ കേട്ടോ. മറ്റേതിൽ ഇവിടെ 3 മുളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കുംബർ നമ്മളെ വീട്ടാവശ്യത്തിനുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നല്ലതാണ്. ഈ പച്ചയായിട്ട് ഇങ്ങനെ തിന്നുന്നത് ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ കുക്കുംബർ കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല കേട്ടോ. പിന്നെ കണ്ടില്ല, നമ്മൾ വീടിൻ്റെ ഈ പറമ്പിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചെടികളൊക്കെ നമ്മൾ ഈ കട്ടിങ്ങൊക്കെ ഈ മണ്ണിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവാക്കുമ്പോൾ നമ്മൾ മണ്ണ് നിറക്കുമ്പോൾ ചട്ടിയിൽ നിറക്കുമ്പോഴൊക്കെ നമ്മൾ ചെടീൻ്റെ ഇതൊക്കെ ഒഴിവാക്കുമല്ലോ, ചെറിയ പീസുകളൊക്കെ. അതൊക്കെ മണ്ണിൽ കിടന്ന് മുളച്ചുണ്ടായതാണ് കേട്ടോ. ഇതൊക്കെ ചെടികൾ നല്ല വില കിട്ടുന്ന ചെടികളാണ് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ പല ചെടീൻ്റെ കട്ടിങ്, ഇവിടെയൊക്കെ ചെടീൻ്റെ കട്ടിങ്ങുകളാണ് കേട്ടോ. ഇതൊക്കെ നല്ല ഉണ്ടാവണ ചെടിയാണ് കേട്ടോ. നമുക്കൊരു ഇവിടെ ഇഞ്ചി ഉണ്ടല്ലേ, ഒരു മഴക്കാറൊക്കെ ഉണ്ട്. ഒരു മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. കുറച്ച് പച്ചക്കറീൻ്റെ ഭാഗങ്ങളാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കമൻറ്റ് രൂപത്തിൽ അറിയിക്കട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. ഇത് കണ്ടില്ല, ഇത് ഒരു റെഡ് കളറാണ് കേട്ടോ. ഒരു വയലറ്റ് നമ്മൾ ബീറ്റ്റൂട്ടിൻ്റെ ഒക്കെ ഒരു കളറാണ് കേട്ടോ. ഇത് നമുക്കിങ്ങനെ ബുഷാക്കി നിർത്തി ഇങ്ങനെ മതിലിൻ്റെ മാതിരിയൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നിലത്ത്
ഒക്കെ നടാൻ പറ്റിയൊരു ചെടിയുണ്ട്. ഇതിൻ്റെ ഈ ചെറിയ കമ്പ് ഇങ്ങനെ നട്ടാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു കമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 10-15 കഷ്ണങ്ങളാക്കാം. എന്നിട്ടത് പിന്നെ നേരിട്ട് മണ്ണിലോ കവറിലോ അതൊക്കെ ആക്കിയിട്ട് നമുക്ക് പിന്നെ നിലത്ത് കുഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ലൈനിങ്ങനെ നൂലൊക്കെ പിടിച്ചിട്ട് ലൈനാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ഇത് കാണാൻ. ഒരു 2-3 പിന്നെ ലൈനിങ്ങനെ ആക്കിയിട്ട് കുറച്ച് നീളത്തിൽ വെച്ച് നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇടയിൽ എന്തെങ്കിലും ഒരു പച്ച കളറുള്ള ഒരു പിന്നെ വേറെ ഇത് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ ദൂരത്ത് നിന്ന് വീടിൻ്റെ മുകളിൽ നിന്നൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ ഇത് നമ്മൾ ബോൺസായി രൂപത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ചെറിയ ചട്ടിയിലാണ് ഇത് ആക്കിയിരുന്നത്. നമ്മൾ ചെടി പിന്നെ കട്ട് ചെയ്തപ്പോൾ വലിയ ചെടി കട്ട് ചെയ്യുമ്പോൾ നമ്മളിത് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. നമുക്ക് പിന്നെ മരത്തിൻ്റെ പിന്നെ അടിയിൽ കട്ട് ചെയ്തിട്ട് നമ്മളങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് പിന്നെ വേര് പിടിക്കും. അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ചാലും മതി കേട്ടോ. വെള്ളത്തിലായാലും ഇത് വേര് പിടിക്കും. ഇപ്പോൾ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളറായി കയറും കേട്ടോ. നല്ല കളറ് എന്ന് പറഞ്ഞാൽ നല്ല വെയിൽ കിട്ടുന്നിടത്ത് വെച്ചാൽ ഇത് നല്ല പിന്നെ ഇതിൻ്റെ ഈ ഡിസൈനൊക്കെ ആണ് മാറിയിട്ട് നല്ലൊരു ഭംഗിയുള്ള കളറാകും. പിന്നെ ഇതുപോലെ തന്നെ ബിഗോണിയുണ്ട്. ഇത് ബിഗോണിയ നമ്മൾ കുറച്ച് പിന്നെ ആയിട്ടുള്ളത് വെച്ചിട്ട് കേട്ടോ. പെട്ടെന്ന് പിന്നെ വേര് പിടിക്കുന്ന ഒരു ചെടിയാണിത് ബിഗോണിയ. ഇത് കണ്ടോ. അതുപോലെ തന്നെ ഇവിടെ ഇതിലിങ്ങനെ ഈ ലൈനിൽ ഫുള്ള് നമ്മൾ ബിഗോണിയ വെച്ചുള്ളൂ. നമുക്കിതിൻ്റെ ഈ ഒരു തണ്ടിൻ്റെ ഇവിടെ ഇങ്ങോട്ട് കട്ട് ചെയ്യാം. 1 ഇഞ്ച് വലുപ്പത്തിൽ ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു 4-5 ദിവസം കൊണ്ട് വേര് പിടിക്കും കേട്ടോ. അത്ര പെട്ടെന്ന് വേര് പിടിക്കണ വേറെ ചെടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഈ ബിഗോണിയ തന്നെ കാരണം അത്ര പെട്ടെന്ന് അത് നല്ല വളർന്ന് ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇലയൊക്കെ മുറിച്ച് ഈ തണ്ട് ഇങ്ങനെ കുത്തിയാലൊക്കെ അതിന് തൈകളുണ്ടാവും കേട്ടോ. അതൊക്കെ പെട്ടെന്ന് പിന്നെ തൈ ഉണ്ടാകുന്ന സാധനങ്ങളാണ്. ഇതിൻ്റെ ഈ ചെറിയ പീസുകളിങ്ങനെ നമുക്ക് പിന്നെ മണ്ണിൽ വെച്ചാൽ മതി. ഇതിങ്ങനെ ഇവിടെ കൊണ്ട് പൊട്ടിക്കാം. ഈ ഒരു തണ്ടിൽ ഇപ്പോൾ ഒരു മണ്ണിലിങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള പീസ് എടുത്താൽ നമുക്കിത് വേറെ പുതിയൊരു തൈയാക്കി ഉണ്ടാക്കിയെടുക്കട്ടെ. കാണാൻ നല്ല ഭംഗിയാണ്. നമുക്കൊരു ലൈൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഭംഗിയായിട്ട് വളർന്ന് പന്തലിച്ചുണ്ടാവും കേട്ടോ. നല്ല ഉണ്ട ഒരു ബുഷ് ടൈപ്പായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബിഗോണിയ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന് നല്ല പൂവും ഉണ്ടാവും കേട്ടോ. പിന്നെ അതൊരു മിനിയേച്ചർ പൈനാപ്പിളാണ് കേട്ടോ. ഇത് പൈനാപ്പിൾ പിന്നെ വലിയ പൈനാപ്പിൾ ഉണ്ടാവില്ല, ചെറിയ അടക്കൻ്റെ അത്ര വലുപ്പമുള്ള പൈനാപ്പിൾ. കാണാൻ ഒരു ഭംഗിക്ക് മാത്രം, അത് കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഇത് നല്ല ഷാർപ്പായിട്ടുള്ള മുള്ളാണ്. ഇത് കൈമ തട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല വേദന ഉണ്ടാവും കേട്ടോ. ഇതായത് കുട്ടികളൊന്നും പിന്നെ വരാത്ത സ്ഥലത്ത് ഇത് വെക്കുക, കാണാൻ ഒരു ഭംഗിക്ക് മാത്രം. കൂടുതലൊന്നും നമ്മളിത് കളക്ഷൻ ഉണ്ടാക്കാതിരിക്കുക. വീട്ടിൽ കൗതുകത്തിന് 1-2 ചെടി വെക്കുക. അതിൽ കൂടുതൽ പിന്നെ ഉണ്ടാകും നമ്മൾ പറിച്ച് കളയുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുക. ഇത് വളർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഭയങ്കര മുള്ളാണിത്. കാണാൻ ഭക്ഷിക്കാനൊന്നും പറ്റില്ല, വെറും കാണാൻ തന്നെ പറ്റുള്ളൂ. ഒരു അടക്കൻ്റെ അത്ര വലുപ്പമുള്ള മരത്തിൻ്റെ മാതിരിയുള്ള ഉറപ്പായി കാരണം അത് നല്ല ഉറപ്പാണ്. പൊട്ടിക്കാനടക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഉറപ്പാണ്. ഈ ഒരു ചെടി കണ്ടോ, ഇത് പിന്നെ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ ഇത് നമുക്കിതിൻ്റെ ഇതൊക്കെ ഇല കണ്ടില്ലേ, ഇത് ഒന്നായിട്ടാണ് കുഴിച്ചിട്ട് കേട്ടോ. നമ്മളിതിന് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പറിച്ചിട്ട് നമുക്ക് ഒരു പിന്നെ ലൈനാക്കിയിട്ട് ഇങ്ങനെ ഒരുപാട് തൈയാക്കി എടുക്കണം. അപ്പോൾ അത് ഫസ്റ്റ് നമ്മളിത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ റംബുട്ടാൻ നമ്മളിതിൽ ഫുള്ള് റംബുട്ടാനായിരുന്നു. അത് നമ്മൾ ബഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതൊക്കെ ബഡ് ചെയ്തതാണ് കേട്ടോ. ചിലപ്പം പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ. നമ്മൾ ഒരു മഞ്ഞ കളർ റംബുട്ടാൻ ഉണ്ടായിരുന്നു, അതിൻ്റെ കമ്പ് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിലൊക്കെ ബഡ് ചെയ്തിട്ടുള്ളത്. അത് ഈ പാത്രത്തിൽ തന്നെ അതായത് പിടിക്കുകയാണെങ്കിൽ നമ്മൾ പറിച്ച് വെക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അത് അവിടെ നിൽക്കട്ടെ എന്ന് കരുതി. നമ്മൾ പിടിക്കോളം അതതിലങ്ങനെ വളർത്താനുള്ള പരിപാടിയാണ്. അപ്പോൾ ചിലപ്പോഴേ പിടിക്കുള്ളൂ. ഞാനിപ്പോൾ 2 ദിവസമായി കമ്പ് കൊടുന്നിട്ട്, ഇന്നാണിപ്പോൾ ഇത് അതിൻ്റെ ഓർമ്മ ഉണ്ടായിരുന്നില്ല. അതൊരു വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. നമ്മളിപ്പോൾ എന്നാണിപ്പോൾ അത് പിന്നെ ബഡ് ചെയ്തത്. അപ്പോൾ കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്, ചിലപ്പോഴേ പിടിക്കുള്ളൂ. അപ്പോൾ നമ്മളിത് കവറിങ്ങനെ ഇതിലിങ്ങനെ ഒരു കവറിലിട്ട് വെക്കുകയാണ് കേട്ടോ. ഇനി പിടിക്കുമ്പോൾ നമ്മളതാണ് മാറ്റി കൊടുക്കും. ഇത് റംബുട്ടാനല്ലാതെ നമ്മൾ തൈ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങളോളം നിന്നാലും അത് 10 വർഷമൊക്കെ ആയാലും അതങ്ങനെ കുരു നട്ടുണ്ടായാലും 10 വർഷമായാലും അതങ്ങനെ ഇരിക്കും കേട്ടോ. അത് ഉണ്ടാകാൻ വലിയ പാടാണ്, വലിയ ബുദ്ധിമുട്ടാണ് കായ്ക്കാൻ.
ഇതൊരു അടീനിയത്തിൻ്റെ തൈയാണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ വളച്ച് വെച്ചിട്ട് ഇതിന് അവിടെ ഒരു വേര് പിടിപ്പിക്കാൻ ഇത് ഒരു ഡിസൈനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ശ്രദ്ധ വിട്ടു, അപ്പോൾ അത് അവിടെ വേര് വന്നു. അപ്പോൾ ഇനി അങ്ങനെ ഒരു മോഡലാക്കി എടുക്കാനുള്ള പരിപാടിയാണ്. അത് നമ്മൾ ബോൺസായി രൂപത്തിലാക്കി എടുക്കും കുറച്ച് കഴിഞ്ഞാൽ. അങ്ങനെ വളർത്തി നമ്മൾ കുറച്ച് ചുരുട്ട് ഇവിടെയൊക്കെ ഇതൊക്കെ ഒന്ന് വളച്ച് ഒരു കമ്പിൻ്റെ സഹായത്തോട് ഇത് നമുക്ക് പല രൂപത്തിലും ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതിനുള്ളൊരു പരിപാടിയിൽ വെച്ചതാണ്. അതുപോലെ തന്നെ ഇവിടെ യൂഫോർബിയ ഉണ്ട് കേട്ടോ. യൂഫോർബിയൻ്റെ തൈ പിടിച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇപ്പോൾ തന്നെയാണ് പൂവാകും കേട്ടോ. ഇതിൻ്റെ ഇവിടെ നിന്ന് തന്നെ ഒരു 1-2 മാസം കൊണ്ട് പെട്ടെന്ന് പൂവായി ഇതാവണതാണ്. പിന്നെ ഇവിടെ ഗ്രൗണ്ട് ഓർക്കിഡ്, ഈ ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ ഫുള്ള് പൂവാണ് കേട്ടോ. ഇതൊരു ആന്തൂറിയത്തിൻ്റെ മാതിരിയുള്ളൊരു ഇതാണ്. നമ്മളത് കുറച്ച് വെയിൽ തട്ടിനോടുത്ത് ഇത് വെച്ചിരുന്നത്. അപ്പോൾ അവിടുന്ന് മാറ്റിയപ്പോൾ ഇതിങ്ങനെ പുതിയ ഇലകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിന് നല്ല തണുപ്പ് വേണുണ്ട്. ഇത് വെയിൽ കൊണ്ടാൽ അത് പൂവിടില്ല കേട്ടോ. നല്ല തണുപ്പുണ്ടെങ്കിൽ തന്നെ അത് പൂവിടുള്ളൂ. വെച്ചിട്ട് തണുപ്പ് കാലത്തല്ല നമ്മൾ വെയിൽ തീരെ കൊള്ളാൻ പാടില്ല. അതിന് തണൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. ഈ വെള്ളച്ചാട്ടങ്ങൾ അതിൻ്റെ അവിടെയൊക്കെ പന്നൽ ചെടീൻ്റെ അരി വളർന്നുണ്ടാകുന്ന ഒരു ചെടിയാണത്. പിന്നെ ഇവിടെ കണ്ടില്ല, പിന്നെ ഇവിടെ ആന്തൂറിയം ഒക്കെ നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ. ആന്തൂറിയത്തിൻ്റെ തൈകൾ പിന്നെ പൂവൊക്കെ വരുന്നുണ്ട് തൈകൾ. അതൊക്കെ നമ്മളിപ്പോൾ അടുത്ത് പറിച്ച് നട്ടിട്ടുള്ളൂ കേട്ടോ അത്. അപ്പോൾ അതൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. കണ്ടില്ലേ, ഇതിന് ആദ്യം ഒരു വളർച്ചയുടെ പ്രശ്നം ഉണ്ടായില്ല. ഇപ്പോൾ അത് എല്ലാം ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് പിന്നെ ഇവിടെ നല്ല ഉണ്ടാകുന്നുണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡ് പല കളറുള്ള ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡ് പറഞ്ഞാൽ അതിന് നല്ല പരിചരണമാണ്, എന്നാൽ തന്നെ പൂവിടുള്ളൂ കേട്ടോ. വെറുതെ അങ്ങോട്ട് വന്ന് നട്ടിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഓർക്കിഡ് പൂവിടൊന്നുമില്ല. ഇങ്ങനത്തൊരു വേറൊരു ചെടിയാണിത്. ഇതിൻ്റെ പേരറിയില്ല, അറിയണവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇതിൻ്റെ പേരറിയില്ല. ഇത് എന്നും ഇതേമാതിരി പൂവുണ്ടാകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മളവിടെ ആനച്ചെവി എന്നാണ് ഇതിന് പറയുക കേട്ടോ. ആനച്ചെവി എന്ന് പറയും. ഇതിലൊരു ബോഗൻവില്ലൻ്റെ ഒരു തൈ നമ്മൾ നട്ടിട്ടുണ്ട്. ആനച്ചെവി ഇങ്ങനെ പോകാൻ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ബോഗൻവില്ലൻ്റെ ഒരു തൈ കൂടി ഇത് നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് കുറച്ച് നീക്കി വെക്കണം, എന്നാലേ അതിൻ്റെ ഒരു ഇത് കാണുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് വളർന്നത്. ഇതിൽ പൂവുണ്ടാകണമെന്ന് കേട്ടോ. പൂവും അത് രണ്ടും കൂടി മറ്റേതും ബോഗൻവില്ലയും പൂവിടുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. പക്ഷേ ഒരു മത്സര വളർച്ച ആകുമ്പോൾ ചിലപ്പോൾ രണ്ടും പൂവിടാതിരിക്കാനും സാധ്യതയുണ്ട്. ഇത് കണ്ടില്ല, നമ്മൾ ഈ തെച്ചിൻ്റെ പൂവുമേ ഇങ്ങനെ പൂമ്പാറ്റ വന്ന് തേൻ കുടിക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളെ കണ്ടപ്പോൾ പേടിച്ച് പോയിരുന്നു. എന്നാലും പൂമ്പാറ്റയ്ക്കൊരു പ്രശ്നമുള്ളത് കാരണം ഒരു പ്രാവശ്യം ഒരു ഭാഗത്തേക്ക് വന്നാൽ പിന്നെ അവിടേക്ക് വരില്ല കേട്ടോ. ഇത് വരുമെന്ന് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതങ്ങനെ പോയി. അതായത് പൂമ്പാറ്റൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഒരു ഭാഗത്തേക്ക് വന്നാൽ വീണ്ടും അത് തിരിച്ചവിടെ വരില്ല എന്നുള്ളതാണ് അതതിൻ്റെ ഒരു പ്രത്യേകതയാണത്. അത് കണ്ടില്ല, നമ്മളെത്ര കാത്തു നിന്നിട്ടും കാര്യമില്ല, അത് വീണ്ടും വരില്ല. വീണ്ടും തിരിച്ച് പൂമ്പാറ്റ തിരിച്ച് ആ ഭാഗത്തേക്ക് വരില്ല. ആ ഒരു റൂട്ടിൽ ഒരു പ്രാവശ്യം അതിൻ്റെ ജീവിത ചക്രമണത്തിൽ ഒരു പ്രാവശ്യം പൂമ്പാറ്റ ഒരു ഭാഗത്തേക്ക് ഓടി വരുള്ളൂ. പിന്നെ ആ ഭാഗത്ത് പറക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഈ ബട്ടർഫ്ലൈക്ക്. ഇത് കണ്ടില്ല, ഇത് ഒരു ചെറിയൊരു കമ്പ് കുത്തിയതാണ് നമ്മൾ കേട്ടോ. ഈ ബോഗൻവില്ലൻ്റെ അതിൻ്റെ ആ ഒരു സീസൺ ആയിട്ടുണ്ടെങ്കിൽ അത് കമ്പ് കുത്തിയാലും എങ്ങനെയായാലും അത് അതിൻ്റെ കർമ്മം അത് നിർവഹിക്കും. അത് പൂവ് നമുക്ക് തരും കേട്ടോ. ചെറിയ കമ്പാണെങ്കിലും വലിയ കമ്പാണെങ്കിലും അതിൻ്റെ ആ ഒരു സീസൺ ആകുമ്പോഴത്തേന് അത് ആ സീസണിൽ അത് പൂവ് തരും നമുക്ക്. നമ്മൾ എന്ത് ഇതായാലും എന്ത് പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും അത് അതിൻ്റെ ആ സമയമാകുമ്പോൾ അത് പൂവിടും. ഈ മഴക്കാറ് ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് നല്ല ചൂടാണ് കേട്ടോ. അതുകൊണ്ടില്ല ഈ ഇലച്ചെടി ഇങ്ങനെ നമ്മളിപ്പോൾ പുതിയത് ചട്ടിക്ക് നട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ
നടുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് വളം ഇതൊക്കെ ഇട്ടിരുന്നത്. പിന്നെ ഇനി ഇത് നമ്മൾ അതിൻ്റെ ലിക്വിഡായിട്ടുള്ള വളങ്ങളാണ് ഇനി കൊടുക്കുന്നത് കേട്ടോ. അതല്ലാതെ വേറെ നമ്മൾ വളങ്ങളൊന്നും ചെയ്യണില്ല. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടില്ലേ ഈ ഫോർബി ഒക്കെ നല്ല ഇതിലുണ്ടാവും. നമ്മൾ കയ്പൊക്കെ അവിടെ പിന്നെ കയ്പൊക്കെ എല്ലാം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ നമ്മളിങ്ങനെ ഇതിനെല്ലാം മരുന്നടിച്ചെങ്കിൽ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ പിന്നെ ഓർഗാനിക് വളങ്ങളും പിന്നെ ഈ ഇതൊക്കെ ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ കായ് ഉണ്ടാവില്ല കേട്ടോ. നമ്മളതിന് ശരിക്ക് നമ്മൾ കീടനാശിനി പ്രയോഗിക്കാനാണ്, എന്നാൽ തന്നെ അത് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ നല്ല കഴുകി നല്ല മഞ്ഞളൊക്കെ ഇട്ട് കഴുകിയിട്ടൊക്കെയാണ് നമ്മൾ പിന്നെ ഉപയോഗിക്കുന്നത്. നമ്മൾ തന്നെ കണ്ടുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് വരുമ്പോൾ പിന്നെ നമ്മളതിന് ഒരു ജാഗ്രത ഒന്നും ഉണ്ടാവില്ല, അങ്ങനാണ്ട് കട്ട് ചെയ്ത് കഴുകിയാണ്ട് കഴിക്കും. പക്ഷേ നമ്മൾ ഇത് ഈ കീടനാശിനി നമ്മൾ തന്നെ തളിക്കുമ്പോൾ നമ്മൾ നല്ല കഴുകി ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. കണ്ടില്ല ഇവിടെ വാഴ നല്ല കൊലമായിട്ടുണ്ട് കേട്ടോ. വാഴ നമ്മൾ വലിയ കൊലയാണ്. പക്ഷേ ഈ വാഴക്ക് ഈ ഇങ്ങനെ നനച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ പട്ടൊക്കെ ഉണങ്ങി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ തൂക്കുചട്ടിയിൽ ഒരു ഇത് നട്ടിട്ടുണ്ട് കേട്ടോ. അതിന്മേ പിന്നെ നല്ല റെഡ് കളറുള്ള പൂവാണ് കേട്ടോ. ഇതൊരു പഴയ ചട്ടിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കയറൊക്കെ പുതിയതാണ്, ചട്ടി പഴയതുമാണ്. പിന്നെ ഇത് കണ്ടില്ലേ പിന്നെ ഈ ഓർക്കിഡ് നല്ല പിന്നെ കളറുണ്ട് കേട്ടോ. അത് നല്ല പൂക്കളാണ്. അതുപോലെ ആ ഭാഗത്തൊക്കെ ഓർക്കിഡ് ഇങ്ങനെ പൂവിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു ബിഗോണിയ അവിടെ തൂക്കുചട്ടിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. തൂക്കുചട്ടിയിൽ ചെയ്യാൻ കാരണം നമ്മൾ നിലത്തും നല്ല ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൂക്കുചട്ടിയിലും അത് ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട് നമുക്ക് ആ ഒരു ഭംഗി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ തൂക്കുചട്ടിയിലോ നല്ല വളരും. ഇതും തന്നെ തൂക്കുചട്ടിയിൽ നല്ല ഷാറായിട്ട് വളരുന്നുണ്ട്. അതിൻ്റെ ഇലക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ തൂക്കുചട്ടിയിൽ നല്ലൊരു സക്സസ് ആയിട്ടുള്ളൊരു ബിഗോണിയ തന്നെയാണ് ഇത്. അപ്പോൾ പിന്നെ തൂക്കുചട്ടിയിലും ഇത് വളർത്താൻ പറ്റുന്ന നമുക്ക് പിന്നെ പിന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടോ. അതുപോലെ തന്നെ ഒരു അട്ടാർട്ടിലോ അതിന് ഇത് നല്ല ഷാറായി ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അത് കിളികളൊക്കെ പാടെ നാശമാക്കി. ഇപ്പോൾ അതിൽ മുട്ടിട്ട് പിന്നെ കാക്കകളും പിന്നെ ഇതൊക്കെ വന്ന് അത് നാശമാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഭാഗത്ത് നമ്മളിന്ന് കാണിക്കുന്നതാണ് കേട്ടോ. അത് പിന്നെ നല്ല എല്ലാം ഈ ഭാഗത്ത് പിന്നെ നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട് സംഭവം. നമ്മൾ പിന്നെ അപ്പോൾ ഞാൻ ഈ വീഡിയോ നീട്ടി കൊണ്ടുപോകണില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഇത് പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടുതലായിട്ട് നമ്മൾ ഈ വീഡിയോ നീട്ടിക്കൊണ്ടുപോകണില്ല. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. കണ്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്കൊക്കെ കാണിക്കണതാണ്. നമുക്കിത് ഇങ്ങനെ ഈ നമ്മളെ പൂന്തോട്ടത്തിൽ നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് പിന്നെ ഇങ്ങനെ നല്ല പൂക്കളുള്ള സ്ഥലത്ത് ഇങ്ങനെ വന്ന് നിൽക്കാനൊരു പിന്നെ ഇതാണല്ലോ. അപ്പോൾ നമ്മളത് വീഡിയോ എടുക്കുമ്പോൾ അന്ന് കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഇതിൻ്റെ കമ്പൊക്കെ നമ്മൾ പിന്നെ പറിച്ച് നട്ടിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് വേറെ നട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇതൊക്കെ വലിയ ചട്ടിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വലിയ ചട്ടിയിൽ ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വൻതോതിൽ ഉണ്ടാക്കാനുള്ള ഒരു ഇതുകൊണ്ടാണ് നമ്മളിത് ഇത്ര വലിയ ചട്ടിയിൽ നട്ടിട്ടുള്ളത്. തൈ കുറച്ച് കൂടുതൽ ആവശ്യമുണ്ട്, അതിന് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതിനത് കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഇല ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. കളറൊക്കെ കണ്ടില്ലേ, നല്ല കളറുള്ളവരാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ നീട്ടിക്കൊണ്ട് പോകണില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.